നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ പെൺകുട്ടികൾ റോഡിലേക്ക് ടൂ വീലറുമായി ഇറങ്ങുമ്പോഴൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതലും ചീത്തവിളിയും തെറിവിളിയും ഹോണടിയും ഒക്കെ തന്നെ ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിന്നായിരിക്കും, ഓട്ടോ തൊഴിലാളികളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരിൽ നിന്നായിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതലും ഈ ആര് പുറത്തിറങ്ങിയാലും തെറിവിളി ഏറ്റവും കൂടുതലും കൊടുക്കുന്നതും കേൾക്കുന്നതും. എന്നാൽ ഇവർ നിയമം പാലിച്ചാണോ പോകുന്നത്? അതുണ്ടാകില്ല. അപ്പോൾ ഇവരിൽ നിന്നും തെറിവിളി കേൾക്കാനാണ് നമ്മൾ ഈ ടൂ വീലറും എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെറി വിളിച്ച കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് ബസ്സുകാരന് കണക്കിന് കിട്ടിയെന്ന് വേണം പറയാൻ. കൈവച്ചൊന്നും അല്ല കേട്ടോ, നാക്കിട്ട് നല്ല കൃത്യമായി കൃത്യമായി ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു യുവതി അയാൾക്കിട്ട് വൃത്തിക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും വന്നത്. തീർച്ചയായിട്ടും ഇതിൽ അതായത് ആ പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ മൊഴിയും അല്ലെങ്കിൽ ബൈറ്റും ഒക്കെ ഉണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഈ ബസ്സിൽ 4 ക്യാമറകളാണുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം, അവരാണ് ഇങ്ങോട്ട് റോങ് സൈഡ് കയറി വന്നതെന്നാണ് പറയുന്നത്. എന്നാൽ യുവതി പറയുന്നത് അയാൾക്ക് മര്യാദ ഇല്ലെങ്കിൽ അയാൾ വീട്ടിൽ പോയി പഠിക്കട്ടെ, ഒരു സ്ത്രീയെ നോക്കി വിളിച്ച തെറി അയാൾ ഇമ്മാതിരി തെറി ഇനി ആരെയും വിളിക്കരുത്, ഇയാൾക്ക് ഇതേ തട്ടിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഞാൻ ആ ലെവലിലേക്ക് താഴെ ഇറങ്ങി ചെല്ലുന്നില്ല എന്നാണ് പറയുന്നത്. ഇയാൾക്ക് അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ പെങ്ങളുടെ മുഖത്ത് നോക്കി അയാൾ ഈ ഇമ്മാതിരി തെറിയാണോ വിളിച്ചു പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇയാൾ ആണ് നോ പാർക്കിംഗ് ബോർഡിന്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ട് ബസ് നിർത്തുകയും എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു തെറി പറയുകയും ഒക്കെ ചെയ്തത് ഇയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ കിടന്ന് ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ഒച്ചത്തിൽ പറയുന്നത്. പിന്തുണയ്ക്കാൻ രണ്ട് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ യുവതിയുമുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു യുവാവുമുണ്ട്. എന്നിട്ട് ഈ യുവാവിൻ്റെ മേത്തേക്ക് അല്ലെങ്കിൽ യുവാവിൻ്റെ ശരീരത്തേക്ക് കുപ്പി വെള്ളം എടുത്ത് അയാൾ എറിഞ്ഞു എന്നാണ് പറയുന്നത്. താഴേക്ക് അയാൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായും ഞങ്ങൾ അടിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കൂടി കണ്ടതോടുകൂടിയാണ് ഡ്രൈവർ ഒന്ന് അടങ്ങിയതെന്ന് വേണം പറയാൻ. എന്തായാലും ആ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സൈഡിൽ നിൽക്കുന്ന ഒരു നോൺ സ്റ്റോപ്പ് അങ്ങനെ എന്തോ എഴുതിയൊരു സാധനല്ലേ, അതിലോ കൊണ്ടുപോയി കുത്തിച്ചിട്ട് എന്നോട് ഇങ്ങനെ വെച്ചു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോ എന്നെ തെറി വിളിച്ചിക്ക. ഇവരെ തെറി കേട്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരാണോ കോഴിക്കോടുകാരുള്ള? വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ ബഹുമാനിക്കാൻ പഠിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയി അത് പഠിക്കട്ടെ. ഞങ്ങൾ വണ്ടി ഓടിച്ചു വരുമായിരുന്നു, കയറ്റിയത് അവിടേക്ക്. എന്നിട്ട് എന്തോട് ഇങ്ങനെ ഞങ്ങളെന്തോ കേറ്റിപ്പിച്ച മാതിരി മൂപ്പര് പറയുന്ന വർത്താനം. എന്ത് ബഹുമാനം? പോട്ടെ, ബഹുമാനം വേണ്ട, ഒരു അന്തസ് വേണ്ടേ? എല്ലാ ജോലിക്കും ഇല്ലേ അന്തസ് ചേട്ടാ? അയാൾ ഞാൻ എന്തോ കേറ്റിയ മാതിരിയാ പറയുന്നത്. അയാളെന്നെ കൊണ്ടുപോയി ഇടിച്ചതാ. എന്നിട്ട് തെറി വിളിച്ചിക്ക ആ ചേട്ടൻ. എനിക്കും വിളിക്കാൻ അറിയാനിട്ടൊന്നല്ല, നമുക്കൊരു അന്തസ് ഉണ്ട്, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന അയാളെടുത്ത്. എന്നിട്ട് വെള്ളക്കുപ്പി എടുത്ത് എറിഞ്ഞിക്ക ഇയാളെ. പ്രകോപനം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ വെള്ളക്കുപ്പി എടുത്ത് എറിഞ്ഞിട്ട് എന്തേ പറ്റിയാലോ? എന്നിട്ട് വീണ്ടും തെറി വിളിച്ച് കൂട്ടിയാ തെറി വിളിച്ചു തന്നെ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും ആ ചേച്ചിക്ക് പിന്തുണ ഏറി വരുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രൈവറ്റ് ബസ്സുകാരെ പോലെ അഹങ്കാരികൾ വേറെയില്ല. ചേച്ചിയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും. ബസ് ഓടിക്കുന്നവർക്ക് ചെറിയ വണ്ടികളുമായി വരുന്നവരോട് പുല്ലുവിലയാണ്. വെൽ സെറ്റ്. അനാവശ്യമായി യാത്രക്കാരോട് മോശമായി പെരുമാറുന്നവരെ അപ്പോൾ തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക. ശരിയാണ്, ചില ബസ് ഡ്രൈവർമാർക്ക് എന്തോ അഹങ്കാരമാണ്. ബസ് ഡ്രൈവർമാർക്ക് ഒരു മാന്യതയും ഇല്ല. ബസ്സിലെ ക്യാമറ ചെക്ക് ചെയ്യുക, കുറ്റക്കാർക്കെതിരെ മനസ്സുണ്ടെങ്കിൽ നടപടിയെടുക്കുക. ഈ ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം. നിയമപരവും മാനസികവുമായ റെസ്പെക്ട് ഉണ്ട്. ബസ് ഡ്രൈവർമാരുടെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ MVD RTA ഡിപ്പാർട്ട്മെന്റുകൾക്കാണ്. വാവ്, അടിച്ചണ്ണാക്കിൽ കൊടുത്ത ചേച്ചി ഒരു വനിതാ DGP ആകേണ്ട ഐറ്റമായിരുന്നു. പെണ്ണായാൽ ഇങ്ങനെ വേണം. ഇതിൽ സത്യാവസ്ഥ ക്യാമറ പരിശോധിച്ചാൽ അറിയാം. ഇവർ എന്തേലും നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ബസ് ഡ്രൈവർ ക്യാമറയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണാതെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കോഴിക്കോട് പ്രൈവറ്റ് ബസ്സും പോലീസും ഒറ്റക്കെട്ടാണ്. അതായത് കോഴിക്കോട് പ്രൈവറ്റ് ബസ്സുകാരും പോലീസും ഒറ്റക്കെട്ടാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല സാധാരണക്കാർക്ക്. എറണാകുളം ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും അമിത വേഗത്തിലാണ് ഓടുന്നത്. ഇവന്മാർക്ക് മാത്രം വണ്ടി ഓടിക്കാനാണ് റോഡ് പണിതിട്ടേക്കുന്നത് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. എരപ്പത്തരം കാണിക്കുന്ന ബസ് ഡ്രൈവർമാർക്ക് അവർക്ക് കണക്കിന് തന്നെയാണ് കൊടുത്തത്. ഈ തെമ്മാടിത്തരം വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാരെ നിലയ്ക്ക് നിർത്താൻ യാതൊരു നിയമവും ഇല്ലാത്ത നാട്. അവർ തോന്നിയത് അവരുടെ നിയമം എന്ന് പറയുന്നത്. ബസ്സുകാരുടെ വിചാരം റോഡ്
റോഡ് അവരുടെ സ്വന്തമാണെന്നാണ്. റോഡിൽ കൂടെ എല്ലാവരും മര്യാദയ്ക്ക് വാഹനം ഓടിക്കണം. കോഴിക്കോട് പ്രൈവറ്റ് ബസ്സും പോലീസും ഒറ്റക്കെട്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. യാത്രക്കാരോട് എന്തിനു ചോദിക്കണം? ഇപ്പോൾ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ക്യാമറ നിർബന്ധമാണല്ലോ. അപ്പോൾ ആ വീഡിയോ അങ്ങ് പുറത്ത് വിടൂ, എല്ലാവരും സത്യം അറിയട്ടെ. പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു വിചാരമുണ്ട്, റോഡ് അവരുടെ മാത്രം അവകാശമാണെന്ന്. ഹെൽമറ്റ് വെക്കാത്ത ടൂ വീലർ ആണേൽ പോലീസ് എടുത്തിട്ട് പെരുമാറിയേനെ എന്നാണ് പറയുന്നത്. അയാളെ വിടരുത്, ഇവിടുത്തെ നിയമം ഒരു കോപ്പും ചെയ്യില്ല എന്ന് പറയുന്നു. അടിക്കണം അവനെയൊക്കെ, നടപടി എടുക്കണം എന്ന് പറയുന്നു. അയാളെ കണ്ടാൽ അറിയാം അഹങ്കാരിയാണെന്ന്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ചില പോലീസുകാർ ഉള്ളപ്പോൾ നീതിയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അവരുടെ ക്യാമറ ആദ്യം പരിശോധിക്കണം. വലിയ ധൈര്യം പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ക്യാമറയിൽ എന്തെങ്കിലും കാണും എന്ന് പറയുന്നു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന കക്കൂസ് നിലവാരമുള്ള കുറച്ച് ഡ്രൈവർമാരും നാട്ടിലുണ്ട്. മര്യാദയ്ക്ക് പോകുന്നവരെ പറപ്പിക്കാൻ ക്യാമറ ഉള്ളത് അയാളുടെ ധൈര്യം എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ക്യാമറയിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സാധാരണ തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് ബസ്സുകാർ അത്യാവശ്യം മാന്യമായാണ് ഇടപെടുന്നതെന്നാണ് നമുക്ക് പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിലും അധികം അവരങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാലും ഈ മത്സരയോട്ടമൊക്കെ തന്നെ പലപ്പോഴും ഉണ്ടാകാറുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ചില വിദ്യാർത്ഥികളോട് ഇവരുടെ മോശമായി പെരുമാറ്റം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും നടുറോഡിൽ ഇങ്ങനെ ഒക്കെ തന്നെ പെരുമാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ഒട്ടും പ്രതികരിക്കാൻ മടിക്കാത്തവരല്ല. കാരണം പ്രതികരിക്കും. ചീത്ത വിളിക്കുമ്പോഴാണ്, അതായത് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചേർത്തുള്ള ചീത്ത വിളിയാണ് പലരുടെയും നിലവാരം വിട്ട് പ്രതികരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്.